നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇതാ മറ്റൊരു വലിയ രാഷ്ട്രീയ തന്ത്രപരമായ നീക്കം കൂടി നടന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ ചൈന കടുത്ത ശ്രമങ്ങളാണ് നടത്തിയത്. എന്നാൽ ഇപ്പോൾ ചൈനീസ് ഭാഷയിൽ തന്നെ വളരെ നിർണായകമായ ഒരു നീക്കത്തിലൂടെ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഇന്ത്യ ഒടുവിൽ 27 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെയും തന്ത്രപ്രധാനമായ ഭൂപ്രദേശങ്ങളുടെയും പേരുകൾ ഔദ്യോഗിക സർവേ ഓഫ് ഇന്ത്യ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ ചില പേരുകൾ കേവലം പേരുകൾ മാത്രമല്ല, ചൈനയുടെ അനധികൃത കയ്യേറ്റങ്ങളെ തുറന്നു കാട്ടുന്ന വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. എന്താണ് ഇതിന് പിന്നിലെ കഥ? എന്തുകൊണ്ടാണ് ഈ സമയത്തെ നീക്കം ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ പുതിയ മാപ്പ് നീക്കം മനസ്സിലാക്കാൻ നമ്മൾ അല്പം പിന്നോട്ട് പോകേണ്ടതുണ്ട്. 1959, 1962 കാലഘട്ടങ്ങളിലെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ചൈനീസ് കളി എന്താണെന്ന് വെച്ചാൽ, അരുണാചൽ പ്രദേശിനെ അവർ സൗത്ത് ടിബറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയുടെ ഈ അഭിമാന പ്രദേശത്തെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റാൻ അവർ വർഷങ്ങളായി മാപ്പുകൾ തിരുത്തുകയും അവിടുത്തെ സ്ഥലങ്ങൾക്ക് സ്വന്തം നിലയിൽ ചൈനീസ് പേരുകൾ നൽകുകയും ചെയ്തു വരികയാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ പുറത്തിറക്കിയ ഈ പുതിയ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 27 സ്ഥലങ്ങളും പേരുകളും യാദൃശ്ചികമല്ല. അതിൽ ചില പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ച് അഭിമാനത്താൽ നിറയും. ഉദാഹരണത്തിന് ലോങ്ജു, തഗ്ല എന്നിവയൊക്കെ. 1962 യുദ്ധത്തിന്റെയും അതിർത്തിയിലെ സംഘർഷങ്ങളുടെയും പ്രധാന ഫ്ലാഷ് പോയിന്റുകളായിരുന്നു ഈ സ്ഥലങ്ങൾ. അതോടൊപ്പം തന്നെ ജസ്വന്ത് ഗഡ്. 1962 യുദ്ധത്തിൽ ചൈനീസ് സൈന്യത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി വീരമൃത്യു വരിച്ച റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണിത്. മക്മോഹൻ രേഖ കടന്നുപോകുന്ന ഈ പ്രദേശങ്ങളിലൂടെ ഇന്ത്യ കൃത്യമായൊരു സന്ദേശമാണ് നൽകുന്നത്. ഇത് ഇന്ത്യയുടെ മണ്ണാണ്, ഇവിടെ ഞങ്ങളുടെ ചരിത്രമുണ്ട്, പരമാധികാരമുണ്ട്. അതേസമയം മറ്റൊരു വഴിത്തിരിവ് എന്താണെന്ന് വെച്ചാൽ, ചൈനയുടെ അനധികൃത കൈവശത്തിലുള്ള പ്രദേശങ്ങൾ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് സർവേ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയ ഈ 27 സ്ഥലങ്ങളിൽ ചൈനീസ് സൈന്യത്തിന്റെ അനധികൃത കൈവശത്തിലുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അപ്പർ സുബാൻസിരി മേഖലയിലെ ലോങ്ജു, ബിസ, മജ തുടങ്ങിയ പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ മജ ക്യാമ്പ് എന്ന് വിളിച്ചിരുന്ന പ്രദേശം 1962 യുദ്ധത്തിന് മുൻപ് ഇന്ത്യൻ ആർമിയുടെ ഫോർവേഡ് പോസ്റ്റായിരുന്ന ഒന്നാണ്. പിൽക്കാലത്ത് അത് ഒഴിഞ്ഞു പോവുകയും പിന്നീട് അതൊരു തർക്ക പ്രദേശമായി മാറുകയും ചെയ്തു. ഇന്ന് ചൈന അവിടെ റോഡുകളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഈ പ്രദേശങ്ങളെല്ലാം തങ്ങളുടെ ഔദ്യോഗിക ഭൂപടത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ അരുണാചലിലെ കിഴക്കേ അറ്റത്തുള്ള ഡിച്ചു, തവാങ്ങിലെ തഗ്ല തുടങ്ങിയ സെൻസിറ്റീവ് മേഖലകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഈ പ്രദേശങ്ങൾ വെറും സെൻസിറ്റീവ് മേഖലകളായി മാത്രം കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് അവയെ ഔദ്യോഗികമായി മാപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇതൊരു കേവലം കാർട്ടോഗ്രാഫിക് വ്യായാമം മാത്രമല്ല, മറിച്ച് അതിർത്തിയിലെ തർക്കപ്രദേശങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ശക്തമായ ഔദ്യോഗിക രേഖപ്പെടുത്തലാണ്. ഭാവിയിൽ ചൈന നടത്തുന്ന ഏകപക്ഷീയമായ മാറ്റങ്ങളെ നിയമപരമായും ചരിത്രപരമായും ചോദ്യം ചെയ്യാൻ ഇത് ഇന്ത്യക്ക് വലിയൊരു ആയുധമായി മാറും. ചൈന ഏത് ഭാഷയിലാണോ സംസാരിക്കുന്നത് അതേ ഭാഷയിൽ തന്നെ ഇന്ത്യ മറുപടി നൽകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ചൈന മാപ്പുകൾ വഴി അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇന്ത്യയും അതേ മാപ്പുകളെയും ചരിത്രത്തെയുമാണ് ആയുധമാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൻ്റെ ടൈമിംഗ് ആണ്. എന്തുകൊണ്ടാണ് കൃത്യം ഈ സമയത്ത് ഇന്ത്യ ഈ നീക്കം നടത്തിയത്? അന്താരാഷ്ട്ര തലത്തിൽ ചൈനീസ് നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിലും അതിർത്തിയിലെ തന്ത്രപ്രധാനമായ മേധാവിത്വം ഉറപ്പിക്കുന്നതിലും ഇന്ത്യ ഇപ്പോൾ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ചൈനീസ് മാധ്യമങ്ങളും അധികാരികളും അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റി ഔദ്യോഗികമായി പുറത്തുവിടുമ്പോൾ ഇന്ത്യ ഔദ്യോഗിക രേഖകളിലും ഭൂപടങ്ങളിലും
ഈ ചരിത്രപ്രധാനമായ പേരുകൾ നിലനിർത്തിക്കൊണ്ട് ചൈനയുടെ അവകാശവാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. ചൈനീസ് സർക്കാരിനും അവരുടെ സൈന്യത്തിനും ഇത് വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മാപ്പ് യുദ്ധം ഇപ്പോൾ ഒരു പുതിയ തീവ്ര ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചൈനീസ് കയ്യേറ്റങ്ങളെ ഇനി വെറുതെ നോക്കി നിൽക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇന്ത്യ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയുടെ ഈ ശക്തമായ നിലപാടിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.